അങ്ങനെ ദേശീയ നേതാക്കളൊക്കെ ഒന്നൊന്നായി കളം നിറയുകയാണ്. ഞായറാഴ്ച തൃശ്ശൂരിൽ നരേന്ദ്രമോദി വരുന്നു. ആരാ പിന്നിൽ? സുരേഷ് ഗോപി ആയിരിക്കും. തൃശ്ശൂരിൽ ഡീലുണ്ടെന്നാണ് CPI-ക്കാരും CPM-കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPI-ക്കാരും CPM-കാരും ഡീല് പറയുമ്പോൾ കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് ഡീലുണ്ടെന്ന്. ആരുമായിട്ടാണ് ശരിക്കും ഡീല്? എന്തായാലും പത്മജ വേണുഗോപാൽ വലിയ വോട്ട് പിടിക്കും. പത്മജ വേണുഗോപാൽ പിടിക്കുന്ന വോട്ട് ഇടതുപക്ഷത്തിൻ്റേതാണെങ്കിൽ പത്മജ വേണുഗോപാൽ വല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പിടിച്ചാൽ UDF ജയിക്കും. അതേസമയം UDF-ൻ്റെ വോട്ട് പത്മജ വേണുഗോപാൽ പഴയ കോൺഗ്രസ്സുകാരിയാണ്. UDF-ൻ്റെ വോട്ടാണ് ഒരുപാട് പിടിക്കുന്നതെങ്കിൽ LDF ജയിക്കും. കാര്യം LDF-ൻ്റെ ഒരു സാഹിത്യകാരനാണ് മത്സരിക്കുന്നത്. അതേസമയം UDF-ൻ്റെയും LDF-ൻ്റെയും വോട്ട് പിടിക്കാൻ പത്മജയ്ക്ക് കഴിഞ്ഞാൽ പത്മജ അടിക്കും, ജയിക്കാൻ സാധ്യതയുണ്ട്. വലിയ സാധ്യതയാണ് പത്മജ വേണുഗോപാൽ അവിടെ കാഴ്ചവെക്കുന്നത്. തൊട്ടടുത്ത് മനലൂരുണ്ട്, പ്രതാപൻ മത്സരിക്കുന്നുണ്ട്. TN പ്രതാപൻ മനലൂരിൽ മത്സരിക്കുന്നു. അവിടെ ഒരു അനീഷാണ് മത്സരിക്കുന്നത്, BJP-യുടെ ഒരു തീപ്പര നേതാവാണ്. പ്രൊഫസർ രവീന്ദ്രനാഥാണ് CPM-ന് വേണ്ടി മത്സരിക്കുന്ന, കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ നാട്ടിക, ഈ പറയുന്ന ഒല്ലൂർ, മണലൂർ, തൃശ്ശൂർ തന്നെ, അങ്ങനെ ഗുരുവായൂർ ഗോപാലകൃഷ്ണനാണ് മത്സരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് തള്ളുമോ എന്നറിയില്ല. എന്തായാലും ഇന്ന് അദ്ദേഹം നോമിനേഷൻ കൊടുക്കുകയാണ്. അദ്ദേഹം ഇതിൻ്റെ ഇടയ്ക്ക് ഹിന്ദു പ്രയോഗം നടത്തി, ഗുരുവായൂർ പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം വെട്ടിൽ വീണിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഇപ്രാവശ്യം വലിയ മുന്നേറ്റമായിരിക്കും BJP ഉണ്ടാക്കുന്നത്. ആ മുന്നേറ്റത്തിന് ആക്കം കൂട്ടാനാണ് നരേന്ദ്രമോദി വരുന്നത്. പക്ഷെ അങ്ങനെ ആക്കം കൂട്ടുമ്പോഴും ആ ആക്കം കൂട്ടലിൻ്റെ ഒരു ബാക്കി പത്രമായി CPM-ഉം CPI-യും ക്ഷയിക്കുകയാണെങ്കിൽ നിർബന്ധമായും അതിൻ്റെ ഒരു ബെനിഫിറ്റ് UDF അടിക്കാൻ സാധ്യതയുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് നമ്മൾ കണ്ടതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വല്ലാതെ CPM-ഉം CPI-യും ഒക്കെ തളർന്നപ്പോൾ UDF വല്ലാതെ കയറിപ്പോയി. അപ്പോൾ വളരെ കൃത്യമായി തൃശ്ശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചായാലും അവിടുത്തെ മത്സരമായാലും മോദിയെപ്പോലുള്ള ആളുകൾ വരുമ്പോൾ അത് മോദി റോഡ് ഷോ ഒക്കെ നടത്തുകയാണ്. മോദി 2 പ്രാവശ്യം വരുമെന്നാണ് കേൾക്കുന്നത്. അമിത്ഷാ 2 പ്രാവശ്യം വരുമെന്ന് പറയുന്നു. ഇനി അമിത്ഷാ എവിടെയൊക്കെയാണ് വരുന്നില്ല. മോദി ഇനി തിരുവനന്തപുരത്ത് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നേമത്തെ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്തെ V മുരളീധരനും, തിരുവനന്തപുരം സെൻട്രലിലെ കരമന ജയനും, വട്ടിയൂർക്കാവിലെ ശ്രീലേഖ IPS-ഉം, കാട്ടാക്കടയിലെ PK കൃഷ്ണദാസും കിടക്കുന്നത് കൊണ്ട് തിരുവനന്തപുരത്ത് മോദി വരാൻ വലിയ സാധ്യതയാണുള്ളത്. ഇനി ഞായറാഴ്ച വരുമോ എന്നറിയില്ല. കാരണം ഞായറാഴ്ചയാണ് തൃശ്ശൂരിൽ വരുമെന്ന് പറയുന്നത്. അമിത്ഷാ വരാൻ സാധ്യതയുണ്ട് 2 പ്രാവശ്യം. നിതിൻ ബബിൻ BJP-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരുന്നുണ്ട്, 3 പ്രാവശ്യം വരാൻ സാധ്യതയുണ്ട്. JP നദ്ദ വരാൻ സാധ്യതയുണ്ട്. കേന്ദ്രമന്ത്രിമാർ ഒന്നൊഴിയാതെ വരാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിമാർ UP-യിലെയും ഗുജറാത്തിലെയും, ഗുജറാത്ത് മുഖ്യമന്ത്രി ആൾറെഡി വന്നു, ഒരു പ്രാവശ്യം ഇവിടെ വന്നു, ഇനിയും വരാൻ സാധ്യതയുണ്ട്. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വരാൻ സാധ്യതയുണ്ട്. ഛത്തീസ്ഗഡിൻ്റെ, ബീഹാറിൻ്റെ, കേന്ദ്രത്തിലെ സകല സംവിധാനവും കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. വലിയ മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. രാഷ്ട്രീയ ചൂട് വളരെ വലിയ ചൂടിലേക്കാണ്. അതിനിടയിൽ പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നു. മുഖ്യമന്ത്രിയുടെ ചെറ്റത്തരം പ്രയോഗം പാപ്പരത്വമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറ്റത്തരം എന്ന പ്രയോഗത്തെ വലിയ തോതിൽ കേരള സമൂഹം ചർച്ച ചെയ്യുകയാണ്. അത് വീണ്ടും വീണ്ടും തിരിഞ്ഞു കുത്തുകയാണ്. പണ്ട് എടോ ഗോപാലകൃഷ്ണനും നികൃഷ്ടജീവിയും പരനാറി പ്രയോഗവും കുലം കുത്തിയും വർഗവഞ്ചകനും അട്ടം പരതിയുമൊക്കെ തിരിഞ്ഞു കുത്തിയതുപോലെ G. സുധാകരൻ സ്കോർ ചെയ്തിരിക്കുകയാണ്. വളരെ കൃത്യമായ അദ്ദേഹം വളരെ താത്വികമായി അവലോകനം ചെയ്തുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായ, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായി നിന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. തോമസ് ഐസക്കും ഈ പറയുന്ന വിജയരാഘവനും തമിഴ്നാട്ടിൽ പോയി DMK-ക്കും മുസ്ലിം ലീഗിനും കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒന്നിച്ച് നിന്ന മുന്നണിയിൽ വോട്ട് പിടിച്ചില്ലേ? കൃത്യമായ ചോദ്യമാണ്, പൊളിറ്റിക്കൽ ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീലില്ലെന്നൊരു കഥയില്ല. തൃശ്ശൂരിൽ വളരെ വലിയ സംവിധാനമാണ് നടക്കാൻ പോകുന്നത്. ഇതിനിടയിലാണ് സാബു ജേക്കബിൻ്റെ ഒരു പ്രസ്താവന വന്നു. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് സാബു ജേക്കബിനോട് നിർബന്ധമായി മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സാബു ജേക്കബ് പറഞ്ഞു, ഇല്ല,
ഇപ്രാവശ്യം NDAയുടെ ഭാഗമായി നിന്നുകൊണ്ട് 2020 ഒരു സംസ്ഥാന പാർട്ടിയാക്കി മാറ്റണം എന്നുള്ളതാണ്. പക്ഷേ അത് സാധിച്ചു കഴിഞ്ഞു സാബു ജേക്കബ്. കാരണം റാന്നിയിലടക്കമുള്ള കേരളത്തിൻ്റെ വിവിധ കുന്നത്തുനാട് മാത്രമുണ്ടായിരുന്ന ഒരു പാർട്ടി, എറണാകുളം ജില്ലയിൽ മാത്രമുണ്ടായിരുന്നൊരു പാർട്ടി, കോട്ടയത്തിൻ്റെ എറണാകുളത്തിൻ്റെയും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന പാർട്ടി പെരുമ്പാവൂരും ഏറ്റുമാനൂരും അടക്കം കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് വളരുന്ന രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി അവർ കളം നിറയുകയാണ്. അപ്പോൾ 2020 കളം നിറയുന്നു. അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിനെ പോലെയുള്ള BJPയിലേക്ക് പോയിട്ടുള്ള വലിയ നേതാക്കൾ കളം നിറയുകയാണ്. പത്മജ വേണുഗോപാൽ വലിയ കോൺഫിഡൻസിലാണ്. അവിടെ 3 പേർ മത്സരിക്കുന്നു. ആ 3 പേരിൽ UDF സ്ഥാനാർത്ഥിക്കും വലിയ കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും LDFിലെ ആലങ്കോട് ലീലാകൃഷ്ണൻ സാഹിത്യകാരൻ എന്നുള്ള മെച്ചം കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടാൻ. പക്ഷേ അങ്ങനെ എളുപ്പമല്ല. അവിടെ മത്സരം നടക്കുന്നത് കോൺഗ്രസും UDFും BJPയും തമ്മിലാണ്, പത്മജ വേണുഗോപാലും തമ്മിലാണ്. ആ പത്മജഗോപാലും UDFും തമ്മിൽ നടക്കുന്ന മത്സരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുക. ഇപ്പോൾ ഒരു അപ്പർ എഡ്ജ് UDFിനുണ്ട്. പക്ഷേ ആ അപ്പർ എഡ്ജ് പ്രധാനമന്ത്രി വരുന്നതോടുകൂടി, പ്രധാനമന്ത്രി പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതോടുകൂടി മാറിയാൻ സാധ്യതയുണ്ട്. അതുപോലെ മണലൂരിൽ സുരേഷ് ഗോപിക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയ സ്ഥലമാണ്. പക്ഷേ TN പ്രതാപൻ മത്സരിക്കുമ്പോൾ TN പ്രതാപൻ വലിയ ജനകീയനാണ്. അവിടുത്തെ തീരദേശ ധീവര വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണലൂർ ഒരു തീരദേശ പഞ്ചായത്തും തീരദേശ ഒരു നിയമസഭാ മണ്ഡലവുമാണ്. അതുകൊണ്ട് തന്നെ മണലൂരിൽ വലിയ തോതിൽ UDFന് സാധ്യതയുണ്ട്. പക്ഷേ അവിടെയും അനീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്, BJPയുടെ ശക്തനായ നേതാവാണ് മത്സരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങൾ പിടിക്കുന്നതിനും പരമാവധി സ്ഥലങ്ങളിൽ 1ാം സ്ഥാനത്തെത്താനും കഴിയുന്നത്ര 2ാം സ്ഥാനത്തെത്താനുമൊക്കെയുള്ള പടയോട്ടത്തിലാണ് BJP. എന്തായാലും 10-50 സ്ഥലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ 2ാം സ്ഥാനത്തെത്തി. അതിനെ 1ാം സ്ഥാനത്താക്കാൻ അവർക്ക് കഴിയുമോ എന്നുള്ളത് വളരെ ഗൗരവതരമായ ചോദ്യമാണ്. അപ്പോഴും സർവേകൾ വരുന്നത് 1 മുതൽ 3 സീറ്റ് വരെയാണ് BJPക്ക് പറയുന്നത്. ആ 3-ൽ 1 തൃശ്ശൂരും പറയുന്നുണ്ട്, പാലക്കാട് പറയുന്നു, തൃശ്ശൂർ പറയുന്നു, അതുപോലെ തന്നെ നേമത്ത് പറയുന്നു. പിന്നെ കറങ്ങി വരുമ്പോൾ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും കാട്ടാക്കടയും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു 10 സീറ്റെങ്കിലും BJP പിടിക്കുമോ എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വം നോക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചതുപോലെ 10 സീറ്റ് BJP പിടിച്ചാൽ, അല്ലെങ്കിൽ 5 സീറ്റിനും 10 സീറ്റിനും ഇടയ്ക്ക് BJP പിടിച്ചാൽ BJPയുടെ പിന്നെ കളം നിറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വം അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇതിനിടയിൽ വളരെ വ്യാപകമായിട്ടാണ് സുന്ദരേശൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവ് വർക്കലയിൽ BJP ചേർന്നു. അങ്ങനെ വലിയ തോതിലാണ് BJP ഒരുക്കം നടത്തുന്നത്. ആ ഒരുക്കത്തിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയും തൃശ്ശൂരിൽ ഞായറാഴ്ച എത്തുന്നുണ്ട്. വലിയ റോഡ് ഷോയാണ് ഞായറാഴ്ച തൃശ്ശൂരിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്.